ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് 2020 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എൽ ക്യാപിറ്റൽ എൽ എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത ടേം ഇതിൽ ഏതാണ്? യു ടി ആണ്. അപ്പോൾ യു ടിയുടെ ഡയമെൻഷണൽ ഫോം യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ എൽ ടി റേസ്ഡ് -1 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ഈ ടി ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എൽ. മൂന്നാമത്തെ ടേം ഏതാണ്? ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എഴുതി ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫിന് ഡയമെൻഷൻ ഇല്ല. ഇനി എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. അതിൻ്റെ ഡയമെൻഷണൽ ഫോമുല എൽ ടി റേസ്ഡ് -2 ഇൻറ്റു ടൈമിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്ക്വയർ. അപ്പോൾ ടി ക്യാൻസൽ ചെയ്ത് പോയി ഇവിടെ, കാരണം ടി റേസ്ഡ് -2ഉം ടി സ്ക്വയറുമാണ്. ബാക്കിയുള്ളത് എല്ലാണ്. അപ്പോൾ നോക്കാം, മൂന്നിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. ഡയമെൻഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി സ്ക്വയർ. എല്ലതും എല്ലാണ്. സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ്. അടുത്തത്, ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് എ ബോഡി ഓഫ് മാസ് എം ആൻഡ് വെലോസിറ്റി വി മൂവിങ് ഇൻ സർക്കുലർ orbit of radius r is given by f is equal to mv square by r. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോമുല തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ ആർ. റൈറ്റ് ദ ഡയമെൻഷണൽ ഫോമുല ഫോർ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? എഫ് ഈസ് ഈക്വൽ ടു എം എൽ ടി റേസ്ഡ് -2 ആണ് എന്ന് നമുക്കറിയാം. അടുത്തത്, നെയിം ദ പ്രിൻസിപ്പിൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതെന്ന്? ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുക. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ സെയിം ഇൻ ഈച്ച് ആൻഡ് എവറി ടേം ഓൺ ഐദർ സൈഡ് ഓഫ് എൻ ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് ത്രൂ എ പൈപ്പ് ഈസ് ഗിവൺ ടൈം ഈസ് വി ഈസ് ഈക്വൽ ടു കെ എ സ്ക്വയർ യു ടി. ഒരു ഫോമുല വന്നിട്ടുണ്ട് വോളിയം ഓഫ് പൈപ്പ് പോകുന്നതിൻ്റെ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ വോളിയാണ്. വേർ എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി പൈപ്പ്. എ എന്താണ് തന്നിട്ടുണ്ട്? യു ഈസ് ദ സ്പീഡ് ഓഫ് ഫ്ലോ. യു സ്പീഡാണ്. ടി ടൈമാണ്. ആൻഡ് കെ ഈസ് ദ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാതും എന്താണ് ഓരോന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. അപ്പോൾ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ രണ്ട് ടേം ഉള്ളത്, ഒന്ന് വിയും മറ്റത് കെ എ സ്ക്വയർ യു ടി ആണ്. ഇപ്പോൾ വിയുടെ ഡയമെൻഷൻ നമ്മൾ കാണുന്നു. വി എന്ന് പറഞ്ഞാൽ വോളിയാണ്. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. അപ്പോൾ എൽ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ എൽ ക്യൂബ് കിട്ടി. ഇനി രണ്ടാമത്തെ ടേം ഏതാണ്? ഡയമെൻഷൻ ഓഫ് കെ എ സ്ക്വയർ യു ടി. കെക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കെക്ക് ഡയമെൻഷൻ കൊടുക്കുന്നില്ല. ഇനി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ സ്ക്വയർ ആണ്. ഏരിയ എൽ സ്ക്വയർ ആണ്, അതിൻ്റെ സ്ക്വയർ. യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷണൽ ഫോമുല എൽ ടി റേസ്ഡ് -1 ഇൻറ്റു ടൈം ടി. അപ്പോൾ ഈ ടി റേസ്ഡ് -1ഉം ടിയും ക്യാൻസൽ ചെയ്ത് പോകും. എൽ സ്ക്വയറിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എൽ റേസ്ഡ് 4 എൽ പോകുമ്പോൾ എൽ റേസ്ഡ് 5 ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ ഡയമെൻഷൻ ഓഫ് വി എൽ ക്യൂബാണ്. ഡയമെൻഷൻ ഓഫ് സെക്കൻഡ് ടേം എൽ റേസ്ഡ് 5 ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. അടുത്തത് നോക്കുക, ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ക്യാൻ ബി ചെക്ക്ഡ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഇൻ ഡയമെൻഷൻ. യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഫോമുല പഠിച്ചിട്ടുള്ള ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ള എഫ് ഈസ് ഈക്വൽ ടു ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ എഫ് ഫ്രീക്വൻസിയാണ്, എൽ ലെങ്ത് ആണ്, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/, പീരിയഡ് ആണ്, 1/t ആണ്. അപ്പോൾ എഫിൻ്റെ ഡയമെൻഷണൽ ഫോമുല പറഞ്ഞാൽ ടി റേസ്ഡ് -1 ആണ്. ഇനി അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 2π ഇൻ റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2πക്ക് ഡയമെൻഷൻ ഇല്ല. പിന്നെ എല്ലിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോമുല എൽ ടി റേസ്ഡ് -2. എൽ ക്യാൻസൽ ചെയ്യും. ടി റേസ്ഡ് -2 മുകളിലേക്ക് വരുമ്പോൾ ടി സ്ക്വയർ ആയി. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ ഇവിടെ ഡയമെൻഷണൽ ഫോമുല ടി റേസ്ഡ് -1 ആണ്, ഇവിടെ ടി ആണ്. അപ്പോൾ ഇക്വേഷൻ ഡയമെൻഷനിൽ എന്തല്ല? ഇവിടെ നമുക്ക് ഇക്വേഷൻ കറക്റ്റ് അല്ല.
അടുത്ത് നോക്കുക, വെലോസിറ്റി v ഓഫ് എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ടൈം t ആസ് v ഈസ് ഈക്വൽ ടു at² പ്ലസ് bt. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു. അതിൽ v എന്ന് പറയുന്നത് ഇവിടെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ്, ടി എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ടൈം, എയും ബിയും രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്, അതിൻ്റെ യൂണിറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് at² ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എയുടെ ഡയമെൻഷൻ കാണാം. ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താണ്, ഡയമെൻഷൻ ഓഫ് വി ബൈ ഡയമെൻഷൻ ഓഫ് ഈ t² നേരെ അടിയിലേക്ക് പോയില്ലേ, ഡയമെൻഷൻ ഓഫ് t². വിയുടെ ഡയമെൻഷൻ വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. അതുപോലെ തന്നെ t² എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ T² തന്നെ. ഇത് നേരെ മുകളിലേക്ക് വരുമ്പോൾ t⁻⁻2 ആയി. ഇവിടെ -1 ആകുമ്പോൾ t⁻⁻3. അപ്പോൾ LT⁻⁻3 ആണ് എയുടെ ഡയമെൻഷൻ. ഇനി അതിൻ്റെ യൂണിറ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക എല്ലിൻ്റെ യൂണിറ്റ് ലെങ്ത് ആണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക m²⁻³ ആണ് എയുടെ യൂണിറ്റ്. ഇനി നമുക്ക് ബിയുടെ കാണണം. ബിയുടെ കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ബൈ ഡയമെൻഷൻ ഓഫ് ടി. ഇവിടെ t⁻⁻1 ആണ് വിയുടെ ഡയമെൻഷൻ ബൈ ടി മുകളിലേക്ക് പോകുമ്പോൾ t⁻⁻1. അപ്പോൾ LT⁻⁻2 നമുക്ക് കിട്ടി. ഇപ്പോൾ ഡയമെൻഷൻ കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ യൂണിറ്റ് ആണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്താ m²⁻². അടുത്ത് നോക്കുക, വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. വെലോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ ഏത് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയാം. അതേതാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു Fx. ഇതിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യണം. അതിൽ P എന്താണെന്ന് പറയുന്നുണ്ട് പ്രഷർ, V എന്താണ് വോളിയാണ്, F ഫോഴ്സ് ആണ്, X ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ട് ടേമിൻ്റെ കാണുന്നു. ആദ്യം നമ്മൾ PVയുടെ കാണുന്നു. പ്രഷറിൻ്റെ അപ്പോൾ നമുക്കറിയണം, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്, ഇൻറ്റു V എന്ന് പറഞ്ഞാൽ വോളിയം. ഫോഴ്സിൻ്റെ നമുക്കറിയാം mL⁻⁻2 ആണ്, ഏരിയയുടെ L² ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ L3. ഇപ്പോൾ ഇവിടെ L² L3 എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സ്ക്വയർ കട്ട് ചെയ്യും, ബാക്കി ഇവിടെ L ഉള്ളത് ഒരു L ആകുമ്പോൾ L² ആയി. അപ്പോൾ നമുക്ക് mL²T⁻². അതാണ് PVയുടെ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ടേം ഏതാണ്, Fx ആണ്. Fxൻ്റെ നമ്മൾ കാണുകയാണ് ഫോഴ്സിൻ്റെ mL⁻⁻2, X എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് L. വീണ്ടും നമുക്ക് എന്താ കിട്ടുന്നത് mL²T⁻². അപ്പോൾ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഡയമെൻഷൻ ഓഫ് PV ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് Fx. സോ ഇക്വേഷൻ ഈസ് കറക്റ്റ്. അടുത്ത നോക്കുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദി ബോഡി, വെലോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു: മാസ് ഓഫ് ദി ബോഡീനെ, വെലോസിറ്റീനെ, റേഡിയസിനെ. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഡെറിവേഷനാണ് ഡയമെൻഷണൽ മെത്തേഡിൽ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫോഴ്സ് എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ്, മാസിന്, വെലോസിറ്റിക്ക്, റേഡിയസിന്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് കൊടുത്തു ABC, m⁻⁴, v⁻⁵, r⁻⁶. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ഡയമെൻഷൻസ് എടുക്കുകയാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ നമുക്കറിയാം mL⁻⁻2, m എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M ആണ്, ⁻⁴, v വെലോസിറ്റിയാണ്, വെലോസിറ്റി LT⁻⁻1 whole⁻⁵, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അപ്പോൾ L തന്നെ വരുന്നു, ⁻⁶. ഇനി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, mL⁻⁻2 പ്രൊപ്പോർഷണൽ ടു m⁻⁴. ഇവിടെ L⁻⁵ ഉണ്ട്, L⁻⁶ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് L⁻⁵ ഇൻറ്റു T⁻⁻B. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കമ്പയർ ചെയ്യുക ഡയമെൻഷൻസ്. കമ്പയറിങ് ഡയമെൻഷൻസ് ഓഫ് M, L ആൻഡ് T ഓൺ ബോത്ത് സൈഡ്സ്. രണ്ടിലും എമ്മിൻ്റെയും എല്ലിൻ്റെയും ടിയുടെയും ഡയമെൻഷൻസ് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ ഡയമെൻഷൻ A ആണ്, ഇവിടെ എമ്മിൻ്റെ ഡയമെൻഷൻ 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് A ഈസ് ഈക്വൽ ടു 1. സെക്കൻഡ് കേസിൽ B+C എന്തിന് ഈക്വൽ ആയിരിക്കും, 1ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് എഴുതി B+C ഈസ് ഈക്വൽ ടു 1. തേർഡ് കേസിൽ ടിയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ ഇവിടെ -B ആണ്, ഇവിടെ -2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -B ഈസ് ഈക്വൽ ടു -2. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, B ഈസ് ഈക്വൽ ടു 2. ഈ B ഈസ് ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് Bക്ക് പകരം 2 കൊടുക്കുന്നു. 2 + C ഈസ് ഈക്വൽ ടു 1. അപ്പോൾ C ഈസ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി.
അപ്പോൾ സി ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 കിട്ടി, അപ്പോൾ -1. അപ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ കിട്ടി, അതുപോലെ തന്നെ ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. ഈ വാല്യൂസ് നമ്മളിവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്രൊപ്പോർഷണൽ ടു എം റേസ്ഡ് എയുടെ വാല്യൂ 1, വി റേസ്ഡ് ബിയുടെ വാല്യൂ ഏതാണ് 2, ആർ റേസ്ഡ് -1, സിയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ ഈ ആർ റേസ്ഡ് -1 എന്ന് പറഞ്ഞാൽ നേരെ അടിയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് എഴുതാം എഫ് പ്രൊപ്പോർഷണൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ, ഓർ വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1 ആണെങ്കിൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തു. അടുത്തത് നാച്ചർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഡയമെൻഷൻ. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു v0 പ്ലസ് AT ബൈ ദ മെത്തേഡ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, LT റേസ്ഡ് -1. v0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റിയാണ്, അതും LT റേസ്ഡ് -1 തന്നെയാണ്. പിന്നെ അടുത്ത ടേം ഏതാണ്? AT ആണ്. ATയുടെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ LT റേസ്ഡ് -2 ആക്സലറേഷൻ്റെ ഇൻറ്റു ടൈം ടി, അപ്പോഴും LT റേസ്ഡ് -1 ആണ്. അപ്പോൾ മൂന്നിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്, LT റേസ്ഡ് -1 ആണ്. സോ വി ക്യാൻ റൈറ്റ്, സോ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ്. Besides the 7 base units, there are 2 more units in SI. The unit of solid angle is dash. Solid angle യൂണിറ്റ് നമുക്കറിയാം ഏതാണ്? സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്. ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് ഏതാണെന്നുള്ള റിലേറ്റീവ് എറർ, അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി, സ്ട്രെയിൻ, ഇതൊന്നും ഡയമെൻഷൻ ഇല്ലാത്തതാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല, സ്ട്രെയിനും ഡയമെൻഷൻ ഇല്ല എന്നറിയാം. അപ്പോൾ ഡയമെൻഷനുള്ള കോൺസ്റ്റൻറ്റ് ഇവിടെ ഏതാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് ചെക്ക് വെദർ ദ ഇക്വേഷൻ എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് ഈസ് ഡയമെൻഷനലി കോൺസിസ്റ്റൻ്റ്. ബേസ്ഡ് ഓൺ ദ എബോവ് ഇക്വേഷൻ ജസ്റ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വൽ ആൻ എക്സാക്റ്റ് ഇക്വേഷൻ. അതായത് ഇവിടെ ഒരു ഇക്വേഷൻ വന്നിട്ട് അതിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ എക്സാക്റ്റ് ഇക്വേഷനും ആയിക്കൊള്ളണം എന്നില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ പറയാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 2 ടേമുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് എം വി സ്ക്വയർ ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ് ക്യാപിറ്റൽ എം, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി LT റേസ്ഡ് -1 സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്? ML സ്ക്വയർ T റേസ്ഡ് -2. ഇനി നമുക്ക് MGH അടുത്തത് നമ്മൾ നോക്കുന്നു. MGHൻ്റെ നോക്കുന്ന സമയത്ത് എം തന്നെ, ജി എന്ന് പറഞ്ഞാൽ വീണ്ടും ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷന് LT റേസ്ഡ് -2 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് തന്നെയാണ്, അപ്പോൾ L. ഇവിടെ L ഇൻറ്റു L സ്ക്വയർ വന്നു, M ഇൻറ്റു L സ്ക്വയർ ഇൻറ്റു T റേസ്ഡ് -2. ഇവിടെ രണ്ടും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ കോൺസിസ്റ്റൻ്റ്. ഇനി എന്ത് പറയുന്നു? ബട്ട് ആക്ച്വൽ ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ് MGH. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്, അത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ എപ്പോഴും എക്സാക്റ്റ് ഇക്വേഷൻ ആയിക്കൊള്ളണം എന്നില്ല. അടുത്ത് നോക്കുക, യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ്. T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √g/L. യഥാർത്ഥ ഇക്വേഷൻ നമുക്കറിയാം T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √L/g ആണ്. ഇവിടെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടിയുടെ ഡയമെൻഷൻ നമ്മൾ നോക്കുന്നു, ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ T തന്നെ. ഇനി സെക്കൻഡ് ടേം 2π ഇൻറ്റു √g/L ആണ്. 2πക്ക് ഡയമെൻഷൻ ഇല്ല. ജിയുടെ ഡയമെൻഷൻ, ആക്സലറേഷൻ്റെ ഡയമെൻഷൻ LT റേസ്ഡ് -2 ബൈ L ക്യാൻസൽ ചെയ്തു. അപ്പോൾ T റേസ്ഡ് -2 ആണ്, അതിൻ്റെ റൂട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷൻ ഓഫ് T നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 2π ഇൻറ്റു √g/L. സോ ദ ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. അടുത്ത് നോക്കുക, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ H ഈസ് ഈക്വൽ ടു FV²/L. ഒരു ഫോമുല വന്നിട്ടുണ്ട്, അതായത് FV²/L എന്നാണ് Hൻ്റെ ഫോമുല. ഇതിൽ F ഫോഴ്സാണ്, V വെലോസിറ്റിയാണ്, L ആംഗുലാർ മൊമെൻറ്റമാണ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് H. Hൻ്റെ ഡയമെൻഷൻ നമുക്ക് കാണണം. അപ്പോൾ Hൻ്റെ ഡയമെൻഷൻ കാണാൻ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ടേമിൻ്റെ ഡയമെൻഷൻ കണ്ടാൽ മതി. അതിന് നമ്മൾ ആദ്യം Lൻ്റെ ഡയമെൻഷൻ കാണുന്നു. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം കാണണം. L ഈസ് ഈക്വൽ ടു R ക്രോസ് P എന്നറിയാം. P എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? MVക്ക് ഈക്വലാണ്. അപ്പോൾ R ഇൻറ്റു MV നമുക്ക് കിട്ടി. R എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, L, M മാസാണ്, M, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, LT റേസ്ഡ് -1. അപ്പോൾ L ഇൻറ്റു L L സ്ക്വയർ ആണ്. അപ്പോൾ ML സ്ക്വയർ T റേസ്ഡ് -1 ആണ്
ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എല്ലിൻ്റെ ഡയമെൻഷണൽ ഫോമുല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എച്ചിൻ്റെ ഡയമെൻഷണൽ ഫോമുല കാണാൻ FV²/L എടുത്താൽ മതി. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോമുല mL(T⁻²) ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ L(T⁻⁻1) ആണ്. അതിനെ സ്ക്വയർ ചെയ്തു ഡിവൈഡഡ് ബൈ mL²T⁻⁻1 നമുക്കിവിടെ കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ L²T⁻² ഡിവൈഡഡ് ബൈ mL²T⁻1. എം കട്ട് ചെയ്ത് പോയി. ഒരു L² കട്ട് ചെയ്ത് പോയി. T⁻⁻1 ഒരു T⁻⁻1 കട്ട് ചെയ്താൽ അവിടെ ഒരു T⁻⁻1 ഉണ്ടാവും. ഇവിടെ ഒരു T⁻⁻2 ഉണ്ട്. അപ്പോൾ T⁻⁻3. അപ്പോൾ ഇവിടെ ഒരു L ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L(T⁻⁻3). അതാണ് എന്തിൻ്റെ ഡയമെൻഷണൽ ഫോമുല? എച്ചിൻ്റെ ഡയമെൻഷണൽ ഫോമുല.